ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിത് ഈ ട്യൂബൊക്കെ എടുത്തിട്ട് പോകുന്നത് നമ്മളെ വെള്ളാപ്പിലെ വീലാൻഡ് പാർക്കിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ വാട്ടർ തീം പാർക്ക് ഓപ്പൺ ആയത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ നമ്മൾ അറിഞ്ഞതിന് ശേഷം കുറേ നാളായി പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഷെൻസും കുറേ ആയി പറഞ്ഞു സ്വിമ്മിംഗ് പൂളിൽ പോകണം. ട്യൂബൊക്കെ കൊണ്ടുവന്ന് മുതൽ സ്വിമ്മിംഗ് പൂളിൽ കളിക്കാൻ മുട്ടിയിട്ട് നിൽക്കാൻ പറ്റാണ്ടില്ല ഷെൻസു. അപ്പോൾ അങ്ങനെ നമ്മളിത് ഇന്ന് പോയിട്ടാ. അപ്പോൾ അത് തന്നെ ടിക്കറ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പം നമുക്ക് ഒന്നിലും കയറണ്ടെന്നാണെങ്കിൽ, അതായത് നമുക്ക് ഉള്ളിൽ കയറിയിട്ട് വേണമെങ്കിൽ മാത്രം കയറിയാൽ മതി എന്നാണെങ്കിൽ 100 രൂപേൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് കയറിയാൽ മതി കേട്ടോ. അല്ല വാട്ടറിൽ കയറണം, റൈഡ്സിലും കയറണം, എല്ലാത്തിലും കയറണം എന്നാണെങ്കിൽ 500 രൂപയാണ് ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അത് 2 തരത്തിലുണ്ട്, വാട്ടർ കോംബോ ഉണ്ട്, ഡ്രൈ കോംബോ ഉണ്ട്. വാട്ടർ കോംബോയിൽ വാട്ടറിലും എല്ലാ റൈഡ്സിലും പിന്നെ അഡ്വഞ്ചർ റൈഡ്സിലും ഏതോ ഒന്ന് സിപ്പ് ലൈനാ മറ്റും അതിൽ ഇൻക്ലൂഡഡ് അല്ല. അതുപോലെ തന്നെ ഡ്രൈ കോംബോയിൽ വാട്ടർ ഇൻക്ലൂഡഡ് അല്ല, ബാക്കി കാര്യങ്ങളുണ്ടാവും. അങ്ങനെ എന്തോ ആണ് കേട്ടോ. പിന്നെ ഏതോ ഈ ബോട്ടിങ്ങും കയാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിൻ്റെ കറക്റ്റ് എനിക്ക് പറഞ്ഞത് മനസ്സിലായില്ല, അത് ഓർമ്മയില്ല കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇതവിടെ സൈക്കിളിൻ്റെ ഇതിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല തകർപ്പൻ മഴയായിരുന്നു നമ്മൾ പോയ സമയത്ത് കേട്ടോ. പക്ഷേ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, അടിപൊളി, നല്ല ആസ്വദിക്കാൻ പറ്റി മഴ പെയ്തെങ്കിലും. നമ്മൾ 100 രൂപേൻ്റെ ടിക്കറ്റ് എടുത്തിട്ടാണ് ഞാനും ഇക്കാവും ഉമ്മാവും നമ്മൾ 100ൻ്റെ ടിക്കറ്റാണ് എടുത്തത് കേട്ടോ. സിയുക്ക് ഷെൻജുക്കാണ് നമ്മൾ ഈ ഒരു വാട്ടറിൻ്റെ ഇത് കൊടുത്തത്. പറഞ്ഞ പോലെ മറന്നുപോയി. ഷെൻജുക്ക് 250 രൂപ വരുന്നുള്ളൂ. കുട്ടികൾക്ക് അത് ഹൈറ്റും നോക്കിയിട്ടൊന്നുമില്ല, അവൾക്ക് കാണിച്ചപ്പോൾ 250 എടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ 250 ഷെൻജുവിൻ്റെ ടിക്കറ്റിൻ്റെ റേറ്റ് വന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ടിക്കറ്റിൻ്റെ കാര്യങ്ങൾ കേട്ടോ. അതുപോലെ നമ്മൾ വിസ്മയിലേക്ക് പോകുന്ന പോലെ അതിരാവിലെ എണീച്ചിട്ട് പോയെന്ന് വേണ്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ പോവാം. 7 മണി വരെ വാട്ടർ തീമും അഡ്വഞ്ചറും ഓപ്പൺ ആണ് കേട്ടോ. അത് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് പോകാവുന്നതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ പിന്നെ ആ വാട്ടർ തീം എന്ന് പറയാനുള്ളത് ഒന്ന് ഈ ഒരു സ്ലൈഡും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാട്ടറും, പിന്നെ വേവ് പൂള്, പിന്നെ സ്ലൈഡിങ്. അത് സിയു ആണ് അതിൽ കയറിയിട്ട് നമ്മൾ ഷീറ്റിലൊക്കെ കിടന്നിട്ട് വരില്ലേ, ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അത് ഉമ്മാരില്ലാണ്ട് സിയുവിൻ്റെ വീഡിയോ എടുത്തത്, അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിട്ടില്ല, അതുകൊണ്ട് എൻ്റെ വീഡിയോയിൽ അത് ഇല്ല കേട്ടോ ഗൈസ്. അതുപോലെ ലിഫ്റ്റിൽ കൂടി പോകുന്ന ട്യൂബ് ഉണ്ടല്ലോ, ട്യൂബിലൂടെ പോകുന്ന ലിഫ്റ്റ് അങ്ങനെയല്ല പറയേണ്ടത്, അതും ഉണ്ട് കേട്ടോ. ലിഫ്റ്റിൽ കയറി ട്യൂബിലെ കൂടി സ്ലൈഡ് ചെയ്തിട്ട് പോകുന്നത് അതും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ കഴിഞ്ഞപ്പം അവരവിടെ വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ഉമ്മാവും കൂടിയിട്ട് അപ്പോൾ ഇക്ക ഏതൊരു ഭാഗത്തേക്ക് പോയിട്ടാണ് കുറച്ച് എന്തോ സ്നാക്സും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഞാനും ഉമ്മാവും കൂടെ കായലിൻ്റെ കരക്ക് കയറി തൊട്ടിലിരുന്ന് നമ്മളിതായി ഒരു സ്നാക്സ് വാങ്ങിയിട്ടാ, പൊട്ടോട്ടോൻ്റെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വേവ് പൂള് വരുന്നത് കേട്ടോ. ഷെൻജുക്ക് നല്ല പേടിയിരുന്നിട്ട് തരായിരുമ്പോൾ തന്നെ നല്ല പേടിച്ചപ്പോൾ ഓളങ്ങനെ അങ്ങോട്ടേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ സിയു നല്ല പോലെ വേവ് പൂളിൽ കളിച്ചിട്ടുണ്ടായിന്. പിന്നെ എന്താണ് ഗൈസ് പറയാനുള്ളത്, അപ്പോൾ ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത് 2:45, 3:45 അങ്ങനെയാണ്. അതിന് ശേഷം പിന്നെ വരുന്നത് എത്ര മണിക്കാണെന്ന് എനിക്കറിയില്ല. നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വന്നിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ ഞാനത് പറഞ്ഞില്ലേ, 7 മണി വരെയാണ് വാട്ടർ തീമും അതുപോലെ തന്നെ അഡ്വഞ്ചർ റൈഡ്സും ഉള്ളത്. പിന്നെ ബാക്കി തൊട്ടിലും കാര്യങ്ങളും അങ്ങനത്തെ റൈഡ്സൊക്കെ അത് കഴിഞ്ഞാലും ഉണ്ട് കേട്ടോ. 7 മണി വരെയാണ് വാട്ടറും അഡ്വഞ്ചറും ഉള്ളത്. അപ്പം നല്ല മഴ എന്ന് പറഞ്ഞാൽ എനിക്ക് മഴ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഗൈസ്. നമ്മൾ 100 രൂപേൻ്റെ ടിക്കറ്റ് എടുത്താണെങ്കിലും നമ്മൾ നനഞ്ഞിട്ടാണ്, നമ്മൾ വെള്ളത്തിലിറങ്ങാണ്ട് നനഞ്ഞിട്ടാണ് കേട്ടോ തിരിച്ചു പോയത്. അടിപൊളിയായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ എന്താ പറയേണ്ടത്, അപ്പോൾ എല്ലാവരും ഇവിടെ പോവുക. പിന്നെ വെച്ചാൽ നമ്മുടെ നാട്ടുകാർ ആരും നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. നമ്മുടെ നാടായതുകൊണ്ടാണെന്ന് അറിയില്ല, പുറം അതായത് കാസർഗോഡ് ആൾക്കാരും കാര്യങ്ങളൊക്കെയാണ് അധികം നമ്മൾ കണ്ടത്. പക്ഷെ നേരെ മറിച്ച് നമ്മൾ കണ്ണൂരുമാണ് വിസ്മയിൽ പോവുകയാണെങ്കിൽ അവിടെ ഫുള്ള് നമ്മൾ പഠനക്കാരും നമുക്കറിയുന്ന ആൾക്കാരൊക്കെ കാണാൻ പറ്റും. പക്ഷെ ഇവിടെ ഇന്ന് നമുക്കറിയുന്ന ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയാണ് വീഡിയോ. ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റ ബൈ.